കിഴക്കിന്റെ കാതോലിക്ക വാഴിക്കലിനെതിരെ കേസുമായി വടക്കിന്റെ കാതോലിക്ക. ഈ വരുന്ന മാർച്ച് 25-ന് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനമായ ലെബനനിൽ കിഴക്കിന്റെ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സഭയുടെ തലവൻ ഇഗ്നാത്യോസ് അപ്രേന്തിദിയൻ ബാബ വാഴിക്കാൻ പോകുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളായി നിയമകാര്യ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ MLA-മാരെയും സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘത്തെ സർക്കാർ ചെലവിൽ അയക്കുവാൻ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവിറക്കി. ജിയോ നമ്പർ 1081/2025 പ്രകാരം ഇറക്കിയ ആ ഉത്തരവിൻ പ്രകാരം ലെബനനിലേക്ക് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചു പോകുന്നവർ ഇവരാണ്. സംഘത്തെ നയിക്കുന്നത് നിയമകാര്യ ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി പി രാജീവ്, കൂടാതെ അനൂപ് ജേക്കബ് MLA, E.T. ടൈസൺ മാസ്റ്റർ കയ്പമംഗലം MLA, ജേക്കബ് മൈക്കിൾ ചങ്ങനാശ്ശേരി MLA, എൽദോസ് കുന്നപ്പള്ളി MLA, PB ശ്രീനിജൻ MLA, പ്രിൻസിപ്പൽ സെക്രട്ടറി AP മുഹമ്മദ് ഹനീഷ് IAS എന്നിവരും സംഘത്തിലുണ്ടാവും. ഇവരുടെ എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും എന്നും ഉത്തരവിൽ പറയുന്നു. ഈ മാസം 23 മുതൽ 26 വരെ അവർ ലെബനനിൽ ഉണ്ടാവും. സംസ്ഥാന സർക്കാർ ലെബനനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നു എന്ന് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഓർത്തഡോക്സ് സഭയുടെ തലവൻ മത്തായി മൂന്നാമൻ ചിഹ്നംവിളിയും മുറുമുറുപ്പും ആരംഭിച്ചതാണ്. സർക്കാരിനെതിരെ തെരുവ് പ്രസംഗം വരെ നടത്തി അദ്ദേഹം. ഇപ്പോൾ ഇതാ കുന്നംകുളം പഴഞ്ഞിയിലുള്ള സഭയുടെയും മെത്രാന്മാരുടെയും ആശ്രിതനായ ഗിൽബർട്ട് ചീരൻ എന്ന ഒരു കേസില്ലാ വക്കീലിനെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇക്കഴിഞ്ഞ 16-ാം തീയതി ഫയൽ ചെയ്തു. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ കിഴക്കിന്റെ കാതോലിക്കയായി വാഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്റെ സ്ഥാനം മലങ്കര മൂപ്പൻ അല്ലെങ്കിൽ കഞ്ഞിക്കുഴി പെരിയവര് എന്നോ മറ്റോ മാറ്റേണ്ടി വരും എന്ന അങ്കലാപ്പിലാണ് മത്തായി മൂന്നാമൻ തന്റെ ആശ്രിതനെ കൊണ്ട് PIL ഫയൽ ചെയ്തത്. പഴഞ്ഞിക്കാരൻ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ തന്നെ പച്ച കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. താനൊരു ഓർത്തഡോക്സ് കുഞ്ഞാടാണെന്നും മെത്രാന്മാരുടെ PR ഏജന്റും ആശ്രിതനും ആണെന്നുള്ള കാര്യം മറച്ചുവെച്ചാണ് PIL ഫയൽ ചെയ്തിരിക്കുന്നത്. തന്റെ സമുദായത്തിനു വേണ്ടി പൊതുജന താല്പര്യപ്രകാരം എന്ന വ്യാജേന സഭയുടെ ആവശ്യപ്രകാരം കൊടുത്ത ഒരു പരാതിയാണിതെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി പ്രഥമദൃഷ്ട്യാ തന്നെ ഈ കേസ് തള്ളിക്കളയും. പഴഞ്ഞിക്കാരൻ തന്റെ പരാതിയിന്മേൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. KS വർഗീസ് കേസിൽ 2017 ജൂലൈ 3 വിധിയുടെ അടിസ്ഥാനത്തിൽ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഇന്ത്യയിൽ കാതോലിക്കയെ വാഴിക്കുവാൻ അധികാരമില്ല. കാതോലിക്കയെ വാഴിക്കേണ്ടുന്നത് 1934 ഭരണഘടന പ്രകാരം ആവണം. 1064 പള്ളികളിൽ പാത്രിയാർക്കീസിന് കയറുവാൻ പോലും അവകാശമില്ലത്രേ. ഇപ്രകാരം ഒരു വാഴിക്കൽ നടന്നാൽ അത് കേരളത്തിൽ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അപ്രകാരമുള്ള ഒരു പരിപാടിയിൽ സർക്കാർ ചെലവിൽ പ്രതിനിധികളെ അയക്കുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പഴഞ്ഞിക്കാരൻ വക്കീലിന്റെ പേരിൽ ലെബനനിൽ പോകുന്ന പ്രതിനിധികൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതികളും നൽകിയിട്ടുണ്ട്. സർക്കാർ ഇപ്രകാരമുള്ള ചടങ്ങിൽ സർക്കാർ ചെലവിൽ പ്രതിനിധികളെ അയക്കുന്നത് ഇത് ആദ്യമായല്ല. 2 മാസം മുമ്പ് ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വത്തിക്കാനിലേക്ക് കേരള സർക്കാർ പ്രതിനിധികളായി നിരവധി പേരെ അയച്ചിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ്, രാജ്യസഭാ MP സത്നാം സിംഗ് സന്ധു, അനിൽ ആന്റണി, ഭാരതീയ ജനതാ യുവമോർച്ച മുൻ അധ്യക്ഷൻ അനൂപ് ആന്റണി ജോസഫ്, BJP ദേശീയ വക്താവ് ടോം വടക്കൻ തുടങ്ങിയവർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അന്നത്തെ സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്, ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു T. തോമസ് എന്നിവരടക്കം പോയിരുന്നു. പഴഞ്ഞിക്കാരൻ 1934 ഭരണഘടനയുടെ ആദ്യ പേജെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണെന്ന് എഴുതിയിരിക്കുന്നത് കാണാമായിരുന്നു. കേസിലൂടെ പൈതൃകം നഷ്ടപ്പെടുത്തിയ ഓർത്തഡോക്സ് സഭ സുറിയാനി സഭയുടെ എല്ലാ പൈതൃകവും ഉപേക്ഷിക്കേണ്ട ഗതി വരും എന്ന അവസ്ഥയിലാണ്. ആത്മീയ മണ്ഡലത്തിലെ സൗമ്യമുഖമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഐക്യകണ്ഠേനയാണ് സഭ ആ പദവിയിലേക്ക് നിർദ്ദേശിച്ചത്. എന്നാൽ മത്തായി മൂന്നാമൻ കസേര പിടിക്കുവാൻ നടത്തിയ ആ പൊറാട്ട നാടകങ്ങൾ കേട്ടാൽ രാഷ്ട്രീയക്കാർ പോലും ലജ്ജിച്ച് തലതാഴ്ത്തും. സംസ്ഥാന സർക്കാർ പോലും അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് പ്രതിനിധികളെ അയക്കുന്നത് അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ്. ഇത് കണ്ട് മത്തായി മൂന്നാമൻ ഹാലിളകിയിട്ട് യാതൊരു കാര്യവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.